കേരള ഭരണരംഗം എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരാണ്? അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി, ഇന്ത്യൻ പാർലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം. ഓപ്ഷൻ എ, നവകേരള പുരസ്കാരം. ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം നവകേരള പുരസ്കാരം. കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ. ഓപ്ഷൻ എ, സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നതെന്ന്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് 25. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം 2008 ആണ്. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം 2008, തണ്ണീർത്തട അതോറിറ്റി 2015 മെയ് 25. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1979 സ്ഥാപിതമായി കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര. ശ്രീമതി ജയഡാളി MV ചെയർപേഴ്സൺ. ഇവയെല്ലാം ശരിയാണ്. ഓക്കെ, ഇത് ഓപ്ഷൻസ് ഒന്നുകൂടി നോക്കാം. 1979 സ്ഥാപിതമായി കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര. ശ്രീമതി ജയഡാളി MV ആണ് ചെയർപേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ, തിരുവനന്തപുരം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ, 2008 28-ാം നമ്പർ ആക്ട്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാണ്? 2008 ഓഗസ്റ്റ് 11. ഓക്കെ, 2008 ഓഗസ്റ്റ് 11. അടുത്ത ക്വസ്റ്റ്യൻ, ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം. ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം. ഓപ്ഷൻ ഡി, അക്ഷയ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311. അടുത്ത ക്വസ്റ്റ്യൻ, കിഫ്ബിയുടെ പൂർണ്ണരൂപം. കിഫ്ബിയുടെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ ബി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചതെന്ന്? സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്? ഓപ്ഷൻ എ, 1975 സെപ്റ്റംബർ 9. 1975 സെപ്റ്റംബർ 9.